Stationary process. A random process x of t is stationary process if expectation of x of t is equal to constant and variance of x of t is equal to constant. ഒരു റാൻഡം പ്രോസസ്സിനെ എപ്പോഴാണ് സ്റ്റേഷനറി പ്രോസസ് എന്ന് പറയാൻ പറ്റുക? അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റും വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider the random process x of t is equal to cos t plus theta, where theta is a random variable with a density function. F of theta is equal to 1 by pi, where minus pi by 2 less than theta less than pi by 2. Check whether the process is stationary or not. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമുക്കൊരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കോസ് ടി പ്ലസ് തീറ്റ. ഇവിടെ തീറ്റ എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ്. അത് ഫോളോ ചെയ്യുന്ന ഡെൻസിറ്റി ഫംഗ്ഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1 by pi, വേർ മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ബൈ 2. നമുക്ക് ഈ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി സ്റ്റേഷനറി ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് എപ്പോഴാണ് ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പറയാം. അതിന്റെ കണ്ടീഷൻ ആദ്യം എഴുതി വെക്കാം. എന്താണ് അത്? രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റാൻഡം പ്രോസസ്സിനെ സ്റ്റേഷനറി പ്രോസസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റിന് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. എന്താണ്? എക്സ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണ്? കോസ് ടി പ്ലസ് തീറ്റ എന്നാണ്. തീറ്റ എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ് which follows probability density function f of theta is equal to 1 by pi when minus pi by 2 less than theta less than pi by 2. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കണ്ടെത്തി നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി, എക്സ് ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? കോസ് ടി പ്ലസ് തീറ്റ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ടി പ്ലസ് തീറ്റ എങ്ങനെയാ കണ്ടെത്തുക? ഇവിടെ നമുക്കറിയാം തീറ്റ എന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. സോ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ കാണുക? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താണ് വന്നത് അത് എടുത്ത് എഴുതാം, കോസ് ടി പ്ലസ് തീറ്റ. ഇനി തീറ്റയാണ് റാൻഡം വേരിയബിൾ, സോ നമ്മൾ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് എഴുതും. ഇനി തീറ്റ ഡിഫൈൻ ചെയ്തുള്ള മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 വരെയാണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രലിൽ ലിമിറ്റ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എന്ന് കൊടുക്കാം. കോസ് ടി പ്ലസ് തീറ്റ, എഫ് ഓഫ് തീറ്റ എന്താണ്? 1 by pi, 1 by pi ഡി തീറ്റ എന്ന് വരും. which is equal to 1 by pi നെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് അതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്ത് വെക്കാം. 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 കോസ് ടി പ്ലസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇനി കോസിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? സൈൻ. സോ 1 by pi സൈൻ ടി പ്ലസ് തീറ്റ, ലിമിറ്റ് എന്ത് കൊടുക്കണം? മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 by pi അപ്പർ ലിമിറ്റ് പൈ ബൈ 2 ആണ്. സോ സൈൻ ടി പ്ലസ് പൈ ബൈ 2 മൈനസ് സൈൻ ടി മൈനസ് പൈ ബൈ 2 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 by pi സൈൻ ടി പ്ലസ് പൈ ബൈ 2. ഞാൻ ഇവിടുന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? സൈൻ മൈനസ് ഓഫ് പൈ ബൈ 2 മൈനസ് ടി എന്ന് എഴുതി. ഓക്കെ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, സോ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിനെങ്ങനെ എഴുതി? 1 by pi സൈൻ ടി പ്ലസ് പൈ ബൈ 2. ഈ മൈനസ് ഔട്ട് സൈഡ് വരുമ്പോൾ മൈനസ് മൈനസും പ്ലസ് ആവും. സൈൻ പൈ ബൈ 2 മൈനസ് ടി എന്നായി. ഓക്കെ, നമുക്ക് ട്രിഗണോമെട്രിയിൽ അറിയുന്ന ഒരു റിസൾട്ട് ആണ്. സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടെ പൈ ബൈ 2 വരുമ്പോൾ സൈൻ മാറി കോസ് ആവും. കൂടാതെ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ പൈ ബൈ 2 വരുന്നതുകൊണ്ട് സൈൻ മാറി കോസ് ആവും. പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സോ ആൻസർ കോസ് തീറ്റ. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 by pi കോസ് തീറ്റ, സോറി തീറ്റ അല്ല, ഇവിടെ തീറ്റയ്ക്ക് പകരം ടി ആണ്. സോ കോസ് ടി പ്ലസ് കോസ് ടി എന്ന് വരും. കോസ് ടി പ്ലസ് കോസ് ടി എന്താണ്? 2 കോസ് ടി. സോ 2 കോസ് ടി ഡിവൈഡഡ് ബൈ പൈ. ഇതായിരിക്കും
നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കിട്ടുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടെത്തിയത് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം പ്രോസസ് നമുക്ക് 2 cos t by pi എന്ന് കിട്ടി. ഇത് കോൺസ്റ്റന്റ് ആണോ? അല്ല, കോൺസ്റ്റന്റ് അല്ല. സോ നോട്ട് എ കോൺസ്റ്റന്റ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി തന്നെ കോൺസ്റ്റന്റ് അല്ല എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി നമ്മുടെ റാൻഡം പ്രോസസ് ഈസ് നോട്ട് സ്റ്റേഷനറി. ഇനി വേരിയൻസ് കണ്ടെത്തേണ്ട ആവശ്യം പോലും ഇല്ല അല്ലെ. ഇപ്പൊ എക്സ് ഓഫ് ടി എന്താണ്? സ്റ്റേഷനറി പ്രോസസ് അല്ല. Second question, the process x of t whose probability distribution under certain condition is given by p of x of t is equal to n is equal to at all raised to n minus 1 divided by 1 plus at all raised to n plus 1, n is equal to 1, 2, etc. at by 1 plus at when n is equal to 0. Show that it is not stationary. സോ നമുക്കൊരു റാൻഡം പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഈ റാൻഡം പ്രോസസ്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഈ റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി പ്രോസസ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ടത് എക്സ് ഓഫ് ടി ഒരു റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി ആവാനുള്ള കണ്ടീഷൻ ആണ്. എന്താണ്? രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റും രണ്ടാമത്തത് വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി ആണെന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി അല്ല എന്ന് പറയാം. സോ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റാൻഡം പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ് ആയിട്ടാണ്. ഡിസ്ക്രീറ്റ് കേസ് ആണ്. നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്നിന്റെ വാല്യൂ 1, 2, 3 എക്സെട്ര നമുക്ക് എണ്ണി പറയാൻ പറ്റുന്നുണ്ട്. സോ ഇത് ഡിസ്ക്രീറ്റ് കേസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഒരു ടേബിൾ ആയിട്ട് എഴുതാണ്. എന്നിന് 0 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബബിലിറ്റി എന്താ വരിക? at by 1 plus at. എന്നിന് 1 കൊടുക്കുന്ന സമയത്ത് at all raised to 1 minus 1 ഡിവൈഡഡ് ബൈ 1 plus at all raised to 1 plus 1. അതെന്ത് വരും? 1 by 1 plus at whole square എന്ന് വരും. എന്നിന് 2 കൊടുക്കുന്ന സമയത്ത് at all raised to 2 minus 1 ഡിവൈഡഡ് ബൈ 1 plus at all raised to 2 plus 1. അതെന്താ വരിക? at by 1 plus at whole cube. എന്നിന് 3 കൊടുക്കുന്ന സമയത്ത് at all raised to 3 minus 1 divided by 1 plus at all raised to 3 plus 1 വരും. which is equal to at whole square by 1 plus at all raised to 4. ഇങ്ങനെ ഒരു കുറച്ച് കേസസ് കണ്ടെത്തി വയ്ക്കാം. എക്സ് ഓഫ് ടി 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോവാണ്. സോ നമ്മൾ ഒരു 3 വരെ നമ്മുടെ പ്രോബബിലിറ്റി കണ്ടെത്തി വെച്ചു. ഇനി എങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടെത്താം? സപ്പോസ് എക്സ് എന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആണ്. ഇവിടെ നമ്മുടെ റാൻഡം വേരിയബിൾ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആണ്. സോ എങ്ങനെയായിരിക്കും എക്സ്പെക്ടേഷൻ കണ്ടെത്തുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഓഫ് ടി പി ഓഫ് എക്സ് ഓഫ് ടി അല്ലെ. ഇവിടെ നമ്മൾ എക്സ് ഓഫ് ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ എന്നാണ്. സോ എൻ പി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പി എൻ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ കാണാം. 0 into at by 1 plus at plus 1 into 1 by 1 plus at whole square plus 2 into at by 1 plus at whole cube plus 3 into corresponding probability at whole square divided by 1 plus at all raised to 4 plus etc. ഇങ്ങനെ വരും അല്ലെ. which is equal to നമുക്ക് എന്ത് കിട്ടും? ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. ബാക്കിയുള്ളത് 1 by 1 plus at whole square plus 2at by 1 plus at whole cube plus 3at square divided by 1 plus at all raised to 4 plus etc. എന്ന് വരും അല്ലെ. which is equal to എല്ലാ ടേമിലും 1 by at whole square ഇല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? 1 plus 1 by 1 plus at whole square ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടുന്ന് 1 by 1 plus at whole square ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് ഇവിടുന്ന് 1 by 1 plus at whole square ഔട്ട് സൈഡ് എടുത്താൽ 2at divided by 1 plus at എന്ന് വരും അല്ലെ. 1 plus at whole square പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1 plus at ബാക്കി ഉണ്ടായിരിക്കും. ഇവിടെ എന്ത് വരും? 3at whole square divided by 1 plus at whole square പോയാൽ ബാക്കി 1 plus at whole square ഉണ്ടാവും പ്ലസ് എക്സെട്ര എന്ന് വരും. which is equal to 1 by 1 plus at whole square 1 plus 2 into at by 1 plus at plus 3 into at by 1 plus at whole square. നോക്കൂ, at whole square ഉണ്ട്, 1 plus at whole square ഉണ്ട്. ഇതിനെ ഒന്നിച്ച് എഴുതിയാൽ at by 1 plus at whole square.
പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ടേമിനെ ഒന്ന് മാറ്റി എഴുതാം. സോ അതിനു വേണ്ടി നമുക്ക് ഒരു റിസൾട്ട് ആവശ്യമുണ്ട്. 1 minus x all raised to minus 2 is equal to 1 plus 2x plus 3x square plus 4x cube plus etc. എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എക്സിന്റെ പൊസിഷനിലുള്ളത് ആരാണ്? എ ടി ബൈ 1 പ്ലസ് എ ടി സ്ക്വയർ ആണ്. സോ 1 പ്ലസ് 2 എ ടി ബൈ 1 പ്ലസ് എ ടി പ്ലസ് 3 എ ടി ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നതിന് നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്ത് എങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ. 1 മൈനസ് എക്സിന്റെ പൊസിഷനിൽ ഇവിടെ ഉള്ളത് എ ടി ബൈ 1 പ്ലസ് എ ടി ആണ്. ഓൾ റേസ് ടു മൈനസ് 2 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് എ ടി മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ടി എന്ന് വരും. ഓക്കെ, ഓൾ റേസ് ടു മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ. ഈ പ്ലസ് എ ടിയും മൈനസ് എ ടിയും ക്യാൻസൽ ആയി പോകും. ബാക്കി ആരാ ഉണ്ടാവുക? 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ റേസ് ടു മൈനസ് 2 which is equal to 1 by 1 plus 80 all raised to 2, 1 by 1 plus 80 all raised to minus, which is equal to 1 by 1 plus 80 all raised to 2 into 1 plus 80 all raised to minus 2 എന്താ വരിക? 1 plus 80 all raised to 0. അതെന്താണ്? 1 ആണ്. സോ ആൻസർ 1 എന്ന് കിട്ടി. സോ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി നമുക്ക് എന്താ കിട്ടിയത്? 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കൂടി കോൺസ്റ്റന്റ് ആയാലേ സ്റ്റേഷനറി പ്രോസസ് എന്ന് പറയാൻ പറ്റുള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി എങ്ങനെ കണ്ടെത്താം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ ഈ ടേം നമുക്ക് കണ്ടെത്താം. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി ഇനി കണ്ടെത്തണം. എങ്ങനെയാ അത് കണ്ടെത്താം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ, ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് സമ്മേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി പി ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതാം അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ് സ്ക്വയർ ഓഫ് ടി എന്താ വരിക? എക്സ് ഓഫ് ടീനെ നമ്മൾ എൻ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ. പി ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ പി എൻ എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സമ്മേഷൻ എൻ സ്ക്വയർ പി എൻ കണ്ടെത്താൻ അറിയാം. എങ്ങനെയാ ചെയ്യാം? 0 സ്ക്വയർ ഇൻറ്റു എ ടി ബൈ 1 പ്ലസ് എ ടി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു എ ടി ബൈ 1 പ്ലസ് എ ടി ഹോൾ ക്യൂബ് പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു എ ടി ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് എ ടി ഹോൾ റേസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 0 ഇൻറ്റു എ ടി ബൈ 1 പ്ലസ് എ ടി 0 ആയി പോകും. ബാക്കിയുള്ളത് 1 ബൈ നെക്സ്റ്റ് ടേം 1 ബൈ 1 പ്ലസ് എ ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 2 സ്ക്വയർ 4 എ ടി ബൈ 1 പ്ലസ് എ ടി ഹോൾ ക്യൂബ് പ്ലസ് 9 എ ടി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ടി ഹോൾ റേസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു തൊട്ട് മുൻപ് ചെയ്ത അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ഫസ്റ്റ് ടേം 1, ഇതിൽ നിന്ന് 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി 4 എ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ടി എന്ന് വരും. പ്ലസ് ഇവിടുന്ന് 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ 9 എ ടി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഒന്നും കൂടി അറേഞ്ച് ചെയ്താൽ 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 എ ടി ബൈ 1 പ്ലസ് എ ടി പ്ലസ് 9 എ ടി ബൈ 1 പ്ലസ് എ ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. 1 മൈനസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 3 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4x പ്ലസ് 9x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട്. സോ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ നോക്കൂ, 1 പ്ലസ് 4x പ്ലസ് 9x സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇവിടെ എക്സിന്റെ പൊസിഷനിൽ ആരാ വന്നിട്ടുള്ളത്? ax ബൈ 1 പ്ലസ് എ ടി സ്ക്വയർ അല്ലെ. സോ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇയാളെ എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എ ടി ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സ് ആരാണ്? എ ടി ബൈ 1 പ്ലസ് എ ടി ഹോൾ റേസ് ടു മൈനസ് 3 which is equal to 1 by 1 plus 80 whole square. ഇതിനൊന്ന് നമ്മൾ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into 1 plus 80 1 plus 80 minus 80 divided by 1 plus 80 all raised to minus 3 എന്ന് വരും. which is equal to എന്ത് കിട്ടും 1 by 1 plus 80 whole square. 80യും 80യും ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് 1 by 1 plus 80 all raised to minus 3. okay, which is equal to എന്ത് വരും 1 by 1 plus 80 whole square into 1 by 1 plus 80 all raised to minus 3. okay, which is equal to 1 by 1 plus 80 whole square into 1 plus 80 all raised to minus 3 എന്താ വരിക 1 plus 80 all raised to minus 1 വരും അല്ലെ. നമുക്കറിയാം x raised to n into x raised to m is equal to x raised to n plus m ആണ്. so 1 plus 80 whole square into 1 plus 80 all raised to minus 3 എന്ന് പറയുമ്പോൾ 1 plus 80 all raised to 2 minus 3 1 plus 80 all raised to minus 1 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സോ നമുക്ക് ഇതിനെ 1 by 1 plus 80 all raised to minus 1 എങ്ങനെ മാറ്റി എഴുതാം, which is equal to 1 plus 80 അല്ലെ 1 by x is equal to x raised to minus 1 ആണ്. സോ എക്സിന്റെ പൊസിഷനിൽ 1 plus 80 വന്നതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. സോ എക്സ്പെക്ടേഷൻ x square of t എന്താ കിട്ടിയത് 1 plus 80 എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് വേരിയൻസ് കണ്ടെത്തിക്കൂടെ, വേരിയൻസ് ഓഫ് x of t is equal to എക്സ്പെക്ടേഷൻ x square of t നമുക്ക് കിട്ടിയത് 1 plus 80 ആണ്, മൈനസ് എക്സ്പെക്ടേഷൻ x of t 1 ആയിരുന്നു 1 square എന്ന് വരും, which is equal to 80. സോ വേരിയൻസ് ഓഫ് x of t എന്താ കിട്ടിയത് 80. ഇത് കോൺസ്റ്റന്റ് ആണോ, നോട്ട് കോൺസ്റ്റന്റ്. സോ നമുക്ക് എന്ത് പറയാം, എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് കിട്ടി, വേരിയൻസ് നോട്ട് കോൺസ്റ്റന്റ് എന്ന് കിട്ടിയത്. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, x of t ഈസ് നോട്ട് സ്റ്റേഷനറി. ഓക്കെ, സോ സ്റ്റേഷനറി പ്രോസസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പെക്ടേഷനും വേരിയൻസും കോൺസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരാള് കോൺസ്റ്റന്റ് അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മീനിങ് റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി അല്ല എന്നാണ്. ഓക്കെ.